എല്ലാത്തിനെയും മായിച്ചു കളയുന്നു. പക്ഷേ ചിന്തകളുടെ കറ ആഴമായിക്കൊണ്ടേയിരിക്കും. ഒരു ക്ഷണം കൊണ്ട് കളഞ്ഞുപോയത് അത് മുതലാണ് ജീവിതത്തിന്റെ ഉന്നം ആരംഭിക്കുന്നത്. മൗനത്തിനും ഒരു കാവൽക്കാരനുണ്ട്. ഓരോ പരിശ്രമത്തിനു ശേഷം മനസ്സിലായി, പ്രണയത്തിനുള്ളത് ഒരേ മുഖം തന്നെയാണ്. പശ്ചിമ നിറഞ്ഞിരിക്കുന്ന മലമ്പ്രദേശത്ത് റോട്ടിൽ കൂടി ഒരു കാർ വളരെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോട്ടിന്റെ രണ്ടു വശത്തും പശ്ചിമ നിറഞ്ഞിരിക്കുന്നു. പിന്നെ കുറച്ചു ദൂരെ മലയുടെ മുകളിൽ ഒരു ഫാം ഹൗസ് കാണാൻ സാധിക്കുന്നു. കാർ ഓടിച്ചുകൊണ്ടിരുന്ന റിയയുടെ ശ്രദ്ധയിൽ ആ ഫാം ഹൗസ് പെട്ടു. അവൾക്ക് ആ സ്ഥലം വളരെ മനോഹരമായി തോന്നി. കാറിന്റെ ഫ്രണ്ട് സീറ്റിലുണ്ടായിരുന്ന ബാഗിൽ നിന്നും ഒരു ക്യാമറ എടുത്തു. എന്നിട്ട് ആ കാറ് റോഡിനരികിലായി നിർത്തി. റിയ ക്യാമറ തന്റെ കണ്ണിന്റെ മുൻപിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഫോട്ടോ എടുക്കാനായി ശ്രമിച്ചു. പക്ഷേ ക്യാമറ പെട്ടെന്ന് സ്റ്റക്കായി. ഇത് കണ്ടതും അവളുടെ മുഖത്ത് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായി. അവൾ ക്യാമറ വളരെ ശ്രദ്ധിച്ചു നോക്കി. അപ്പോഴാണ് അവൾ പെട്ടെന്ന് ആകാശത്തിലേക്ക് ശ്രദ്ധിച്ചത്. ആകാശം പെട്ടെന്ന് കറുത്തിരുളാൻ തുടങ്ങി. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാൻ സാധ്യതയുള്ളതുപോലെ. റിയ ഞെട്ടിപ്പോയി. അവൾ കാർ സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും അവൾ തന്റെ യാത്ര പതുക്കെ തുടങ്ങി. റിയ ഗേറ്റിനരികിലേക്ക് ചെന്നതും ചെറുതായി മഴ പെയ്യാൻ തുടങ്ങി. റിയ കോളിംഗ് ബെൽ അടിച്ചു. എന്നിട്ട് 4 വശത്തും ചുറ്റി നോക്കി. തൊട്ടടുത്തുള്ള കാഴ്ചകൾ നോക്കി. കതക് തുറന്നു. ദേവ് അവിടെ വന്ന് നിൽക്കുകയായിരുന്നു. റിയ പെട്ടെന്ന് അവിടെ തിരിഞ്ഞു നോക്കി. അവൾ അദ്ദേഹത്തെ കണ്ടു. ഹായ് മിസ്റ്റർ മാത്യു, ഐ ആം റിയ. നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഫോർ ഡോക്യുമെന്റിംഗ് യുവർ പ്ലേസ്. ഓഫ് കോഴ്സ് റിയ, നൈസ് ടു മീറ്റ് യു. കം ഇൻ. നിങ്ങളുടെ വീട് വളരെ മനോഹരമായിട്ടുണ്ട്. ദേവ് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി മറുപടി പറഞ്ഞു. നിങ്ങൾ ഇവിടെ എത്ര ദിവസങ്ങളായി? കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും പോയി. പിന്നെ എനിക്കും ഇവിടെ ഇരിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതെല്ലാം വിട്ടിട്ട് വീണ്ടും കാനഡ പോകണമെന്ന് വിചാരിക്കുന്നു. ഓ ഗ്രേറ്റ്. സോ വാട്ട് യു ഡു ദേർ? ഐ മീൻ യുവർ പ്രൊഫഷൻ? ഐ എം എ റീകൺസ്ട്രക്റ്റീവ് സർജൻ. അത് ക്ലിയർ ആയിട്ട് പറയണമെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നു. ഓ റിയലി? ദാറ്റ്സ് റിയലി കമൻഡബിൾ. സോ അതൊക്കെ വിട്ടിട്ട് നിങ്ങൾ ഇവിടെ? റിയ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. കുറച്ചു സമയത്തിന് ശേഷം അവർ രണ്ടുപേരും ഇരുന്നു. ദേവ് റിയയുടെ മുൻപിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി. ലാസ്റ്റ് കേസ് ഞാൻ ഹാൻഡിൽ ചെയ്തത് എൻ്റെ ഭാര്യയാണ്. അവൾക്ക് കാർ ആക്സിഡന്റ് ആയിപ്പോയി. ട്രക്കിൻ്റെ സ്റ്റീൽ റോഡ്സ് നേരായിട്ട് അവളുടെ മുഖത്തിൽ തന്നെ കൊണ്ടു. 93 സ്റ്റിച്ചസ്, 8 പ്ലേറ്റ്സ്, അതെല്ലാം എൻ്റെ കൈകൊണ്ട് ഫിക്സ് ചെയ്തു. എൻ്റെ സ്നേഹത്തിനേക്കാളും ആ വലിയാണ് അവൾക്ക് അധികമായിരുന്നു. അവൾ സർജറി പൂർത്തിയായ 2 ആഴ്ചയിൽ. സോറി ഫോർ യുവർ ലോസ് മിസ്റ്റർ മാത്യു. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ്. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ പേരൻസിനോട് ഇരിക്കാൻ ഇന്ത്യയിലേക്ക് വന്നു. ലാസ്റ്റ് കോവിഡിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിട്ടുപോയി. അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടീസ് വിൽക്കാൻ പ്ലാൻ ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ ജോലി തുടങ്ങിക്കൊള്ളാം, നിങ്ങളുടെ ഇഷ്ടപ്രകാരം. നിങ്ങൾക്ക് സഹായം ആവശ്യമെങ്കിൽ എൻ്റെ അടുത്ത് പറയാം. Sure. Let me take a quick round in the property. May I? അബ്സല്യൂട്ട്ലി. പക്ഷേ ദയവായിട്ട് ആ ഹാളിലുള്ള അവസാനത്തിന് റൂമിനെ തുറക്കല്ലേ. വളരെ ഡസ്റ്റായ തിങ്സ് അകത്തുണ്ട്. ഒരുപാട് റാറ്റ്സ് ఇంకా കോക്രോച്ച് ഉണ്ടാവാം. സോ ലെറ്റ് ഇറ്റ് ബി. താങ്ക്സ് എ ലോട്ട് പറഞ്ഞതിന്. ഓക്കെ, ഐ വിൽ സ്റ്റാർട്ട് മൈ വർക്ക്. ദേവ് ശരിയെന്ന് സമ്മതിച്ചു. അപ്പോഴാണ് റിയ ചുമരിലുണ്ടായിരുന്ന പെയിന്റ്സുകൾ ശ്രദ്ധിച്ചത്. റിയ തന്റെ ക്യാമറ എടുത്തു. എന്നിട്ട് പുറത്തുനിന്നും ഫാം ഹൗസ് ക്ലിക്ക് ചെയ്ത സമയത്ത് എന്താണ് പറ്റിയത് അത് നോക്കാൻ തുടങ്ങി. അവൾ ക്യാമറയുടെ ഫോൾഡർ തുറന്നു. അപ്പോൾ അതിൽ ഷട്ടർ എന്തോ പ്രശ്നമുണ്ടാക്കിയെങ്കിലും അവൾ ആ ഫാം ഹൗസിനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അവൾ ചിരിച്ചു. എന്നിട്ട് മറ്റുള്ള ഫോട്ടോസ് നോക്കാനായി സ്ക്രോൾ ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം അവൾ സ്ക്രോൾ ചെയ്യുന്നത് നിർത്തി. എന്നിട്ട് വീണ്ടും ആ ഫാം ഹൗസിന്റെ ഫോട്ടോ അവൾ എടുത്തു. അതിൽ അവൾക്ക് എന്തോ വ്യത്യാസമായി തോന്നി. ആ ഫോട്ടോ വളരെ അടുത്ത് വെച്ച് അവൾ നോക്കിയപ്പോൾ ആ ഫോട്ടോ വേഗത്തിൽ കാറ്റ് വീശുമ്പോൾ എടുത്തിരിക്കുകയാണ്. അത് അല്പം വ്യത്യാസമായിരുന്നു. പക്ഷെ അവൾ അത് വളരെ വലുതായി എടുത്തില്ല. അവൾ കരുതി ഇതെന്തോ തെറ്റായി സംഭവിച്ചതാണെന്ന്. എന്നിട്ട് അവൾ വേഗം ക്യാമറയുടെ മെമ്മറി കാർഡ് മാറ്റി. എന്നിട്ട് പുതിയ ഫോട്ടോസ് എടുക്കാനായി എണീറ്റു. ഇതിനിടയ്ക്ക് ദേവ് തന്റെ റൂമിൽ ചില മരുന്നുകൾ, ഇഞ്ചക്ഷനുകളൊക്കെ തേടുകയായിരുന്നു. അതെല്ലാം തന്നെ ചുവന്ന തുണികൾ കൊണ്ട് ചുറ്റപ്പെട്ടിരുന്നു. പിന്നെ അതിൽ ചില മുടികളും ഉണ്ടായിരുന്നു. എന്നിട്ട് തിരിഞ്ഞ് കതകിനടുത്തേക്ക് അദ്ദേഹം നോക്കിയപ്പോൾ ക്യാമറയുടെ ഷട്ടർ ശബ്ദം കേൾക്കുകയായിരുന്നു.
റിയയ്ക്ക് ആ ഫ്രെയിംസിൽ ഒരു വിചിത്രമായ പാറ്റേൺ ഉള്ളതുപോലെ തോന്നി. ദേവിന്റെ മരിച്ചുപോയ വൈഫ് മീരയുടെ ഫോട്ടോ അവിടെ എവിടെയും ഇല്ലായിരുന്നു. അവരുടെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോയും ഇല്ല, അവരുടെ കല്യാണ ഫോട്ടോയും ഇല്ല. അവൾ ദേവിനെ വിളിക്കണമെന്ന് കരുതി. പിന്നെ അവൾ ഈ കാര്യം പോകട്ടെ എന്ന് വിട്ടു. അവൾ തന്റെ ജോലി ചെയ്യാൻ തുടങ്ങി. അവൾ മുൻപിലോട്ട് നടന്നു ചെന്നു. പ്രോപ്പർട്ടിയുടെ ചുമരുകൾ, ആർട്ടിഫാക്ട്സ്, മറ്റുള്ള സാധനങ്ങളെല്ലാം ക്ലിക്ക് ചെയ്തു. റിയ ഹാളിൽ നിന്നും പുറത്തേക്ക് വന്നു. അപ്പോഴാണ് അവൾ ബെഡ്റൂമിലെ റൂം മൂടിയിരിക്കുന്നത് കണ്ടത്. ഒരുപാട് ചിന്തിക്കാതെ അവൾ തിരിഞ്ഞു. ലിവിംഗ് റൂമിന്റെ ക്യാബിനറ്റിലേക്ക് ചെന്നു. മറ്റൊരു ഡ്രാ തുറന്നു. അവിടെ നിന്നും ഒരു താക്കോൽ എടുത്തു. എന്നിട്ട് യാതൊരു കുഴപ്പവുമില്ലാതെ ശരിയായ താക്കോൽ എടുത്തു. പക്ഷെ തിരിഞ്ഞു പോകുന്നതിനിടയ്ക്ക് അവൾ അവിടെ തന്നെ നിന്നു. അപ്പോഴാണ് അവൾക്ക് പെട്ടെന്നൊന്ന് തോന്നിയത്, തനിക്ക് എങ്ങനെയാണ് അറിഞ്ഞത് താക്കോൽ ഇവിടെയാണുള്ളതെന്ന്? പിന്നെ ഇതിലേതാണ് ആ ലോക്കിൽ ഫിറ്റാകുന്നതെന്ന് എനിക്കിതെങ്ങനെ മനസ്സിലായി? ഇക്കാര്യം അവൾ വലുതായി കണക്കാക്കാതെ അവൾ ലിവിംഗ് റൂമിലേക്ക് തിരികെ വന്നു. താക്കോലിനെ നോക്കി ക്യാബിനറ്റ് തുറന്നു. തേടാൻ തുടങ്ങി. പക്ഷെ ഒന്നും കിട്ടിയില്ല. ഒരടയാളവുമില്ല, ലോജിക്കുമില്ല. കുഴപ്പം മാത്രമാണ് അധികമായത്. അത് പെട്ടെന്ന് തന്നെ അവൾ ഒരു വശത്തേക്ക് മാറ്റി. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും ആ ബെഡ്റൂമിലേക്ക് ചെന്നു. അവൾ കതകു തുറന്നു. എന്നിട്ട് അകത്തേക്ക് കയറി. സമയം സന്ധ്യയായി. ഇപ്പോൾ മഴ വീണ്ടും അധികമായി പെയ്യാൻ തുടങ്ങി. റിയ ദേവിനോടൊപ്പം ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ബാഗ് പാക്ക് ചെയ്തിരുന്നു. അവൾ ഏത് ചെയറിലാണോ ഇരുന്നു കൊണ്ടിരുന്നത് അതിനരികിൽ തന്നെ ഉണ്ടായിരുന്നു. ദേവ് അവളുടെ മുൻപിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ ഒരു ബുക്ക് വായിക്കുകയായിരുന്നു. ഷിറ്റ് മാൻ, ഞാൻ ഈ മഴ നിൽക്കുമെന്ന് കരുതി, പക്ഷെ ഇത് കൂടിയിരിക്കുന്നു. വാട്ട് ഷുഡ് ഐ ഡു നൗ? ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ഇവിടെ ഒരുപാട് റൂംസ് കാലായിട്ടുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ ഈ റൂമെങ്കിലും യൂസ് ചെയ്യാം. ആൻഡ് അണ്ടിൽ ദ റെയിൻ സ്റ്റോപ്സ് യു ക്യാൻ സ്റ്റേ ഹിയർ. എനിക്ക് തോന്നുന്നു ഈ മഴ ഇന്ന് നിൽക്കില്ല എന്ന്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ബെസ്റ്റ്. ആക്ച്വലായിട്ട് നിങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ലെറ്റ്സ് ഹാവ് ഡിന്നർ. ഓ നോ മിസ്റ്റർ മാത്യു, ആൾറെഡി ഞാൻ നിങ്ങളെ ശല്യം ചെയ്ത് കഴിഞ്ഞു. ഐ ആം ഫൈൻ. ഞാൻ കുറച്ച് പാക്കറ്റ് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഐ വിൽ ഹാവ് ഇറ്റ്. യു മസ്റ്റ് ബി ജോക്കിംഗ് റൈറ്റ്? ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. കാരണം മഴ പറഞ്ഞിട്ട് വരില്ലല്ലേ. യു ഷുഡ് ഹാവ് സംതിങ്. ഐ റിയലി ഡോണ്ട് വാണ്ട് ടു ട്രബിൾ യു മോർ. ഡോണ്ട് വറി, യു ആർ നോട്ട്. എൻ്റെ അടുത്ത് കപ്പ് നൂഡിൽസ് ഉണ്ട്. യു ഷുഡ് ഹാവ് ഇറ്റ് അറ്റ് ലീസ്റ്റ്. ഓക്കെ ഷുവർ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് വെജിറ്റേറിയൻ. യാ, ഐ ഹാവ് എ മെനി. ഗിവ് മീ എ മൊമെന്റ്. ഐ വിൽ ബി റൈറ്റ് ബാക്ക്. ദേവ് കിച്ചണിലേക്ക് ചെന്നു. താങ്ക്സ് എ ലോട്ട്. അദ്ദേഹം വെള്ളം ചൂടാക്കാനായി കെറ്റിലെടുത്തു. പിന്നെ മുകളിലുള്ള ക്യാബിനറ്റിൽ നിന്നും കപ്പ് നൂഡിൽസ് പാക്കറ്റ് എടുത്തു. പിന്നെ മറ്റൊരു ഡ്രായിൽ നിന്നും മറ്റു ചില സാധനങ്ങളും എടുത്തു. അദ്ദേഹം അത് വെള്ളത്തിലിടാനായി ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ജനാലയിൽ നിന്നും വലിയ ശബ്ദമൊന്ന് കേട്ടു. ആകാശം ഇരുണ്ടിരുന്നു. പിന്നെ അത് എന്താണെന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം ജനാലയിലേക്ക് നോക്കി. ആക്ച്വലി എന്താണെന്ന്. ഇറ്റ്സ് എവരിതിങ് ഓക്കെ? യാ, ഐ ആം ഫൈൻ. ദേവ് വേഗം ഗ്യാസിനരികിലേക്ക് ചെന്നു. കപ്പ് നൂഡിൽസ് പാക്കറ്റ് ട്രേയിൽ വെച്ചു. എന്നിട്ട് കിച്ചണിൽ നിന്നും വന്നു. അദ്ദേഹം കിച്ചണിൽ നിന്നും പുറപ്പെട്ടു. അദ്ദേഹം ട്രേ എടുത്തുകൊണ്ട് റിയയുടെ അടുത്തേക്ക് വന്നു. റിയയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. ഡോണ്ട് വറി, ഇറ്റ്സ് ഓൺ മീ. ആൻഡ് ബൈ ദ വേ, യാ, ഞാൻ നിങ്ങളുടെ പേയ്മെൻറ്റും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ചെക്ക് ചെയ്തോളൂ. യെസ്, ഐ റിസീവ്. താങ്ക്സ്. ഓൾ റൈറ്റ്, ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം സ്ലീപ്പ്. നിങ്ങളും ഡിന്നർ കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തോളൂ. നിങ്ങൾ പോകുമ്പോൾ പറഞ്ഞിട്ട് പോകൂ. ഷുവർ, ഐ വിൽ ഇൻഫോം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ദേവ് അവിടെ നിന്നും പോയി. റിയ അദ്ദേഹം പോകുന്നത് നോക്കിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ റൂമിന്റെ കതക് മൂടുന്ന ശബ്ദം കേട്ടതും തന്നെ അവൾ വേഗം നൂഡിൽസ് കപ്പ് എടുത്തു. എന്നിട്ട് കഴിക്കാൻ തുടങ്ങി. ഒരു കാര്യം ക്ലിയർ ആയിരുന്നു, അവൾ വളരെ വിശപ്പോടെയായിരുന്നെന്ന്. സമയം നന്നായി ഇരുണ്ടു. റിയ ബെഡിൽ കിടക്കുകയായിരുന്നു. അവൾ തന്റെ മൊബൈലിൽ റീൽസ് നോക്കുകയായിരുന്നു. കണ്ണുകൾ മൂടി. പെട്ടെന്ന് അവൾക്ക് എന്തോ വ്യത്യാസമായി ഫീൽ ചെയ്യാൻ തുടങ്ങി. അവൾ ചെറുതായി കണ്ണു തുറന്നു. അവൾ നോക്കിയപ്പോൾ മീരയുടെ ആത്മാവ് അവളുടെ മുകളിൽ കാറ്റത്ത് പറക്കുകയായിരുന്നു. അത് കണ്ടതും റിയ പേടിച്ചു പോയി. എന്നിട്ട് അവൾ നിലവിളിച്ചു. അവൾ ഉടനെ എണീറ്റു. അവൾക്ക് ശ്വാസം മുട്ടുകയായിരുന്നു. ഇത് തന്റെ ചിന്തയാണെന്ന് അവൾ കരുതി. അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. അവൾ നോക്കിയപ്പോൾ ആ വീട് മുഴുവൻ വളരെ ഇരുട്ടായിരുന്നു. എവിടെയും ഒരു ലൈറ്റ് പോലും ഇല്ലായിരുന്നു. ഒരേ ഒരു ലൈറ്റാണ്. അത് ഹാളിലെ ഒരു മൂലയിൽ കത്തിക്കൊണ്ടിരുന്നു. ആ റൂമാണ്.
അവിടേക്കാണ് ദേവ് പോകരുതെന്ന് പറഞ്ഞത്. അവൾ അല്പം കുഴപ്പത്തോടെ ആ കതകിനരികിലേക്ക് ചെന്നു. കാത് വെച്ച് കേട്ടു. കേൾക്കാനായി ശ്രമിച്ചു. പക്ഷെ ഒരു ശബ്ദവും വന്നില്ല. 4 വശത്തേക്കും നോക്കി. ദേവ് ഉണർന്നിരിക്കുകയാണെന്ന് നോക്കി. വീട് ശാന്തമായിരുന്നപ്പോൾ അവൾ പതുക്കെ കതക് തുറന്ന് അകത്തേക്ക് അവൾ കേറി. അവൾ ആ റൂം കണ്ടതും ഞെട്ടിപ്പോയി. അവിടെ വ്യത്യസ്തമായ വിഗ്സ്, മേക്കപ്പ് തിങ്സ്, ബ്രഷ്, മാസ്ക്, പിന്നെ കയർ ചുറ്റിയിരിക്കുന്ന ഒരു ചെയറും ഉണ്ടായിരുന്നു. ഒരു ചുമറിൽ ഒരുപാട് പോളറൈറ്റ് ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓരോന്നിലും കൈകൊണ്ട് എഴുതപ്പെട്ട ചെറിയ നോട്ട്സ്. അവൾ അത് അരികിലേക്ക് ചെന്ന് നോക്കി. അവൾക്ക് പേടിയുണ്ടാകാൻ തുടങ്ങി. ഫോട്ടോയിലുള്ള ഓരോ പെണ്ണും അവളെ പോലെ തോന്നി. പിന്നെ മീരയും അവളെ പോലെ തന്നെ ഇരിക്കുന്നു. അവൾ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടേയില്ല. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മാന്ത്രിക സാധനങ്ങളും അവൾ കണ്ടു. തലയൊട്ടി, ആണികൾ, പിന്നെ കുങ്കുമം. അവളുടെ മനസ്സിനകത്ത് പേടിയുണ്ടാകാൻ തുടങ്ങി. അവൾ അവിടെ നിന്നും ഓടാൻ തിരിഞ്ഞു. തന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാൻ അവൾ ശ്രമിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് ദേവ് വന്ന് അവളെ തടഞ്ഞു നിർത്തിയത്. പേടി അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നു. അവൾ പുറകിലോട്ട് തിരിഞ്ഞു പോകാൻ നോക്കി. പിന്നെ ദേവ് പതുക്കെ പതുക്കെ അവളുടെ അരികിലേക്ക് വന്നു. ലുക്ക് മിസ്റ്റർ, ഡോണ്ട് ടച്ച് മീ. ദേവ് അവളുടെ അരികിലേക്ക് വന്നു. ഐ സെഡ് ഡോണ്ട്, ഐ ആം വാർണിംഗ് യു. ദേവ് നിന്നു. എന്നിട്ട് റിയയെ നോക്കി. അവളുടെ കണ്ണുകളിൽ പേടി നിറഞ്ഞിരുന്നു. ചെറുതായി കണ്ണുനീർ അവളുടെ കവിളുകളിൽ വീഴുന്നത് അദ്ദേഹം കണ്ടു. അവൾ കുറച്ചു സമയത്തിനകത്ത് കരയാൻ തുടങ്ങും. ശബ്ദമുയർത്തി വളരെ പതുക്കെ ദേവ് സംസാരിക്കാൻ തുടങ്ങി. ഡോണ്ട് വറി, എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒരു കഷ്ടവും ഉണ്ടായില്ല. എന്നെ സഹായിക്കൂ. ഞാൻ മോശമായവനല്ല. വാട്ട് യു മീൻ? സഹായിക്കെന്നാൽ? ആ പെണ്ണ് ആരാണ്? വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ് ഹിയർ? ഐ കാൻ എക്സ്പ്ലെയിൻ. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനിത്തിങ്. എന്നെ പോകാൻ അനുവദിക്കൂ. ഞാൻ ആരോടും ഒന്നും പറയില്ല. ഐ ഡോണ്ട് ഫിയർ എനിവൺ, ബട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ. ഞാനൊന്നും കേൾക്കാനും അറിയാനും ആഗ്രഹിക്കുന്നില്ല. ഗെറ്റ് ഓഫ് മൈ വേ, അല്ലെങ്കിൽ നിങ്ങൾക്കത് പ്രശ്നമാകും. ഇവിടെ നിന്ന് ഒരുപാട് ദൂരം വരെ എവരും ഇല്ലായിരുന്നു. നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ പോലും 3 കിലോമീറ്റർ ദൂരത്തിലാണ് ഉള്ളത്. യു കാൻ ഡു എനിത്തിങ്. റിയ അദ്ദേഹത്തിന്റെ കോളറിൽ പിടിച്ചു. ഭയങ്കരമായി നിലവിളിക്കാൻ തുടങ്ങി. വാട്ട് ദ ഹെൽ ആർ യു അപ് ടു? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പെട്ടെന്ന് ഒരു ക്ഷണം കൊണ്ട് ദേവ് മുൻപിലേക്ക് വന്നു. മുൻപിൽ തന്നെ മരുന്നുണ്ടായിരുന്ന ഇഞ്ചക്ഷൻ റിയയുടെ ശരീരത്തിൽ കുത്തിവെച്ചു. എന്തോ കുത്തിയതുപോലെ റിയയ്ക്ക് തോന്നി. എന്നിട്ട് അവൾ പിന്നിലേക്ക് ചെന്നു. ദേഷ്യത്തോടെ നിലവിളിച്ചുകൊണ്ട് ചെന്നു. പക്ഷെ അവൾ നിലവിളിക്കും തോറും അവളുടെ ബലം പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി. തല ചുറ്റാൻ തുടങ്ങി. റിയയുടെ കാഴ്ച കുറയാൻ തുടങ്ങി. എന്നിട്ട് അവൾ തറയിൽ ചെന്ന് വീണു. ദേവ് അവളുടെ മുൻപിൽ നിൽക്കുകയായിരുന്നു. റിയ മയങ്ങിയ അവസ്ഥയിൽ ഇതൊക്കെ നോക്കുകയായിരുന്നു. അപ്പോഴാണ് ഇരുട്ട് അവളുടെ കണ്ണുകളെ വല്ലാതെ മൂടിയത്. ഈ സമയം ഉപയോഗിച്ച് ദേവ് അവളെ പൊക്കിയെടുത്തു. എന്നിട്ട് അതേ റൂമിലുണ്ടായിരുന്ന ആ ചെയറിൽ അവളെ ഇരുത്തി. അവളുടെ കൈകളും കാലുകളും ഇറുക്കി കെട്ടി. കുറച്ചു സമയത്തിന് ശേഷം റിയ കണ്ണു തുറന്നു. അവൾ പതുക്കെ പതുക്കെ തന്റെ കണ്ണുകൾ കൊണ്ട് നോക്കാൻ തുടങ്ങി. അവളെ കെട്ടിയിട്ടിരുന്നു. ദേവ് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. മാസ്ക്, അദ്ദേഹത്തിന്റെ കഴുത്തിൽ രക്തം പുരണ്ട തുണി, സർജിക്കൽ ഗ്ലൗസ് ഇട്ടിരിക്കാണ്. പിന്നെ അതേ തലയോട്ടിക്ക് സാമ്പ്രാണി ഇട്ടുകൊണ്ട് വ്യത്യാസമായ രീതിയിൽ പുക കാണിക്കുകയായിരുന്നു. റിയ ദേഷ്യത്തോടെ നിലവിളിക്കാൻ തുടങ്ങി. വാട്ട് ആർ യു അപ് ടു യു സൈൻ? ഞാൻ നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഐ എം സോറി റിയ, എൻ്റെ അടുത്ത് ഏതൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യത്തിനെ ശ്രദ്ധിച്ച് കേട്ടോളൂ. മീര എൻ്റെ ലോകത്തിലിരുന്ന് വളരെ നല്ല മനുഷ്യയാണ്. അവളെപ്പറ്റി ആർക്കും അറിയില്ല. ഞാൻ മീരാവിനെ ആ ആക്സിഡൻറ്റിന് ശേഷമാണ് കണ്ടത്. അവളുടെ റീകൺസ്ട്രക്റ്റീവ് സർജറിനെ ഞാനാണ് ചെയ്തത്. ദിവസം അവളുടെ കൂടെ നിന്ന് അവളെ കണ്ട് ഞാൻ വളരെ സന്തോഷിച്ചു. പക്ഷേ അവൾ എൻ്റെ സ്നേഹമായിട്ട്, എൻ്റെ ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യത്തിനെ പറയുന്നതിന് മുൻപ് തന്നെ അവൾ അവളുടെ ജീവൻ വിട്ടു. പിന്നെ എൻ്റെ അവസ്ഥ എന്താവാണ്? അവളില്ലാതെ എന്നെ കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചു. ഞാൻ അവളെ വീണ്ടും ഉരുവാക്കുന്നു. ഞാൻ അവളെ അടഞ്ഞേ തീരും. അതിനു വേണ്ടി എന്ത് ചെയ്യേണ്ടിയിരുന്നാലും ശരി. ദേവ്, ഇതിനു വേണ്ടി നിങ്ങൾ ഇത്രയും പെണ്ണുങ്ങളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നുവോ? ഇല്ല. എന്താ നിങ്ങൾ എന്താ പറയുന്നത്? ദേവ് ചെറിയ ചിരിയോടെ ഒരു വശത്തേക്ക് ചെന്നു. എന്നിട്ട് ഫോട്ടോ നിറഞ്ഞിരിക്കുന്ന ചുമർ റിയയെ കാണിച്ചു. റിയ അത് നോക്കി. അവളുടെ ശ്വാസം നിലച്ചുപോയി. അതിലേത് മുഖമാണോ കണ്ടത് അത് മറ്റാരുടേതുമല്ല. അത് അവളുടേതാണ്. ഓരോ ഫോട്ടോയും ഓരോ ആംഗിൾ,
ഓരോ നോട്ടും ഒരു ചെറിയ കാറ്റ് അവളുടെ എല്ലുകളിൽ ചെന്നുകൊണ്ടു. സത്യം അവളുടെ മുൻപിൽ വന്നപ്പോൾ പിന്നെ നന്നായി പേടിച്ചു വിറച്ചുകൊണ്ട് അവൾ പേടിയോടെ ദേവിനെ നന്നായി നോക്കി. സി ഹൗ ഫാർ ബിക്കേം. നീ ഇതിനു മുൻപ് ഇതിനെ റെസിസ്റ്റ് ചെയ്തില്ല അറിയ. പക്ഷേ ഇന്ന് എന്നെ കൊണ്ട് ഒരു ചെറിയ തെറ്റ് നടന്നുപോയി. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസവും മുൻപ് പോലെ തന്നെ ഉണ്ടായിരിക്കും. എന്താണ് നടക്കുന്നത്? ഓ കം ഓൺ റിയ, നിനക്ക് ഓർമ്മയില്ലേ? അതെങ്ങനെ ഓർമ്മ ഉണ്ടാവും? നീ ഇവിടെ ഒരു മാസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഒരു ലൂപ്പിൽ. പക്ഷേ ഇന്നും ഏതൊരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഇന്ന് നിന്റെ വെള്ളത്തിൽ ആ ദിവ്യമായ പൂജ സാമ്പലിനെ കലക്കാൻ മറന്നുപോയി. പിന്നെ നിനക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ബട്ട് ട്രസ്റ്റ് മീ, ഇതിന് ഒരുപാട് സമയമാവില്ല. നിനക്ക് വലിയും ഉണ്ടാവില്ല. ദേവ് സ്കാൽപ്പിനടുത്തായി ചെന്നു. പ്രിയ പേടിയോടെ അദ്ദേഹത്തെ നോക്കുകയായിരുന്നു. അവൾ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് പുറകിലായി റിയയുടെ ആത്മാവുണ്ടായിരുന്നു. പ്രിയ തല അനങ്ങി. പിന്നെ പേടി അവളുടെ കണ്ണുകൾ